ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാനും വചനം പഠിക്കുവാനും ദൈവം നമുക്ക് തന്നിട്ടുള്ള വലിയ സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കേണ്ടതാണ്. അനേകർ ആഗ്രഹിച്ചിട്ടും കൊതിച്ചിട്ടും ലഭ്യമായിരിക്കുന്ന ഒരു വലിയ സാവകാശമാണ്, അനുഗ്രഹമാണ് ദൈവം നമുക്കായി തന്നിട്ടുള്ളത്. ആയതിനാൽ ദൈവവചനത്തിൻ്റെ വലയത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ശാന്തമായി ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് ഞാൻ വരികയാണ്. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 20-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നാണ്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ മാറ്റമില്ലാത്ത വചനം ഇന്ന് പ്രക്ഷോഭിക്കപ്പെടുമ്പോൾ, ഇന്ന് അനുഗ്രഹിക്കപ്പെടുമ്പോൾ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ലാഭമായി തീരാൻ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ ആലോചന അരുതപ്പ, നിൻ്റെ ആലോചന മാത്രം ഞങ്ങൾക്ക് തരുമാറാകണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. മനുഷ്യനിൽ ആശ്രയിക്കുന്നതല്ല, ദൈവത്തിൽ ആശ്രയിക്കുന്ന ബുദ്ധിയാണെന്ന് മനസ്സിലാക്കാൻ നീ സഹായിക്കണം. ശരീരത്തിൽ ക്യാൻസർ വരാം, ശരീരത്തിൽ പ്രമേഹവും അറ്റാക്കും വന്ന് ഞങ്ങൾ ഇവിടുന്ന് തീർന്നു പോയേക്കാം. എന്നാൽ ഞങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ ചാർജ് ചെയ്യിക്കുന്ന, ഞങ്ങളെ ചലിപ്പിക്കുന്ന, ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന, അനുദിനം വിജയാഘോഷത്തോടെ നടത്തുന്ന ആ വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണം. യേശുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. വളരെ സുപരിചിതമായിരിക്കുന്നൊരു ചിന്ത. വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ട്. എത്ര വാഗ്ദത്തങ്ങൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ആ വാഗ്ദത്തങ്ങളെല്ലാം സത്യമായി നിറവേറുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇതാണ്: എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഒരു വലിയ വാഗ്ദത്തമാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഏക വാസസ്ഥലമല്ല, അനേക വാസസ്ഥലങ്ങളുണ്ട്. എത്രയധികം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ നിത്യതയിൽ എത്തിച്ചേർന്നാലും, എത്ര ദൈവമക്കൾ കടന്നു വന്നാലും ആർക്കും വസിക്കാൻ തടസ്സമില്ലാത്തവണ്ണം വീതി വിസ്തൃതമായ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലുണ്ട് എന്ന ഒരു വലിയ വാഗ്ദത്തം യേശു നമുക്ക് തന്നിരിക്കുന്നു. സത്യത്തിൽ ഇതിൽ കവിഞ്ഞ് നമുക്കെന്താണ് പ്രിയപ്പെട്ടവരെ ഒരു വാഗ്ദത്തം ആവശ്യം? ഇവിടെ ചുരുക്കമായ നാളുകളേ ഉള്ളൂ. നമുക്കൊക്കെ അറിയാം, ഓരോ ദിവസവും നമ്മുടെ കണ്ണുകൊണ്ട് ഓരോരുത്തർ വിട്ടുപോകുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പത്രമെടുത്ത് വായിച്ചാൽ അതിനകത്ത് മനോഹരമായ ഫോട്ടോ, പരിചയസമ്പന്നമായിരിക്കുന്ന മുഖങ്ങൾ, വളരെ അടുത്തു പഴകിയിട്ടുള്ളതായ ജീവിതത്തിൻ്റെ ഉടമകൾ, ഇങ്ങനെ ഇന്നലെ, ഇന്ന്, പുലർച്ചെ എന്നൊക്കെ പറഞ്ഞ് വളരെ വ്യക്തമായി പടവും വിശദീകരണങ്ങളും കൊടുക്കുന്ന എത്രയോ ചരമക്കുറിപ്പുകളാണ് ഓരോ ദിവസത്തെയും പത്രത്തിൽ നാം എടുത്ത് വായിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ സത്യമാണ്, ഇതൊരു പരമാർത്ഥമാണ്. ഇവിടെ നിന്ന് വിട്ടുപോകണം. വിട്ടുപോയാൽ പിന്നെ സ്ഥലം വേണ്ടേ? ആ സ്ഥലത്തെക്കുറിച്ചാണ് യേശു പറഞ്ഞത്: നിങ്ങൾ പാതാളത്തിൽ പോകേണ്ടവരല്ല, നിങ്ങൾ നാശിക്കേണ്ടവരല്ല, നിങ്ങൾ ഒരിക്കലും ദൈവവചനത്തിൽ വിശ്വസിക്കാത്ത ആ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ പെടേണ്ടവരല്ല, മറിച്ച് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഒരു കാര്യം കൂടെ കർത്താവ് അടിത്തറയിട്ടു പറഞ്ഞു: ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. വിശ്വസ്തനായ ദൈവം, വാഗ്ദത്തം തന്ന കർത്താവ്, അനുഗ്രഹത്തിൻ്റെ ശബ്ദം, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എന്തൊരു അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ! നമുക്ക് അക്കരെ ചെല്ലുമ്പോൾ സ്ഥലം കിട്ടുക, അക്കരെ ചെല്ലുമ്പോൾ ഒരിടം കിട്ടുക. നമ്മളൊക്കെ വെറൊരു പാലമാണ് നമ്മുടെ ജീവിതം. ഈ ലോകം വെറൊരു പാലമാണ്. പാലത്തിൽ ആരും സ്ഥിരമായി വീട് വയ്ക്കുന്നില്ലല്ലോ. പാലത്തിൽ ആരെങ്കിലും താമസിക്കാറുണ്ടോ? പാലം ആർക്കും താമസയോഗ്യമായ സ്ഥലമല്ല.
പാലമെന്ന് പറയുന്നത് ഇക്കരെ നിന്ന് അക്കരയ്ക്ക് പോകാനുള്ള ഒരു ഉപകരണമെന്നേ ഉള്ളൂ പാലം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. പാലത്തിൽ കൂടെ കടന്ന് അക്കരെ ചെല്ലുമ്പോൾ സൗകര്യപ്രദമായ സ്ഥലങ്ങളോ സൗകര്യപ്രദമായിരിക്കുന്ന വാസസ്ഥാനമോ കിട്ടുമ്പോൾ പാലം കടന്നുപോയ വേദന അപ്പോഴാണ് മാറുന്നത്. കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് സൈഡ് പറ്റി ഒതുങ്ങി എതിരെ വരുന്ന വാഹനത്തിന് ശല്യമുണ്ടാക്കാതെ അതിൻ്റെ ഉപദ്രവമേൽക്കാതെ തട്ടോ മുട്ടോ കൊള്ളാതെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വളരെ സാവകാശത്തിൽ നയിക്കപ്പെടേണ്ട ഒരു നടത്തമാണ് പാലത്തെ കൂടെയുള്ള നടത്തം. സാധാരണ റോഡിൽ കൂടെ പോകുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കൈവീശി പോകാം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പോകാം, കൂട്ടമായി വർത്തമാനം പറഞ്ഞു പോകാം, ചിരിച്ചു പോകാം, എല്ലാം ചെയ്യാം. പക്ഷെ പാലത്തെ കൂടെ നടക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എതിരെ വണ്ടി വരും, പുറകിൽ നിന്ന് വാഹനങ്ങൾ വരും, മുട്ടാൻ സാധ്യതയുണ്ട്, തട്ടാനും സാധ്യതയുണ്ട്. വളരെ സൂക്ഷിച്ചാണ് ദൈവമക്കൾ യാത്ര ചെയ്യുന്നത്. അതുപോലെയാണ് ഈ ലോകത്തിൽ വളരെ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കണം, വളരെ ജാഗ്രതയോടെ മുമ്പോട്ട് പോകണം. കാരണം അപകടങ്ങൾ പതിയിരിക്കുന്നു. മുമ്പിൽ നിന്ന് വാഹനം വരാം, പുറകിൽ നിന്ന് വാഹനം വരാം, തട്ടി വീഴാം. വളരെ അപകടം പിടിച്ച ഒരു യാത്രയാണ്, നടത്തമാണ് പാലത്തിൽ കൂടെ ഉള്ളതുപോലെ ജീവിതത്തിൽ ഒത്തിരി അപകടങ്ങൾ, ആപത്തുകൾ, അനർത്ഥങ്ങൾ, പൈശാചികമായിരിക്കുന്ന ബന്ധനങ്ങൾ, തടസ്സങ്ങൾ, പരിഹാസങ്ങൾ, വേദന, രോഗം, ഭാരം. വളരെ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, മുമ്പോട്ട് പോവുക. അക്കരെ ചെല്ലുമ്പോൾ വിശാലമായ സ്ഥലമാണ്. ഇടുങ്ങിയ രീതി മാറി, അസ്വസ്ഥതകൾ മാറി, ഭയപ്പെടാനില്ല, വേദനിക്കാനില്ല. അവിടെ വിശാലമായ സ്ഥലം. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഈ വെള്ള നിലയങ്കി ധരിച്ച ഇവർ ആർ, എവിടെ നിന്ന് വന്നു എന്നൊരു ചോദ്യം. ഉത്തരം അവിടെ കൊടുത്തു കഴിഞ്ഞു. ഇവർ മഹാകട്ടത്തിൽ നിന്നാണ് വന്നത്. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഘട്ടങ്ങൾ ഒതുങ്ങി പ്രയാസപ്പെട്ട് ഭാരപ്പെട്ടാണ് യാത്ര ചെയ്തത്. ഇവർ മഹാഘട്ടത്തിൽ നിന്നാണ് വന്നത്. പക്ഷേ ഈ നടത്തത്തിൻ്റെ ഇടയിൽ യേശുവിൻ്റെ വചനം നമുക്ക് വിളക്കായിരിക്കണം. യേശുവിൻ്റെ വചനം നമുക്ക് താങ്ങായിരിക്കണം. യേശുവിൻ്റെ വചനം നമുക്ക് പ്രത്യാശ തരുന്നതായിരിക്കണം. അപ്പോൾ ഘട്ടത്തിൽ നിന്ന് വന്നാലും യേശുവിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് അവർക്ക് എന്ത് ലഭിക്കാൻ പോകുന്നു? എന്താണ് അവർക്ക് ലഭിച്ചത്? താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത്, ഇനി അവർക്ക് വിശക്കുകയില്ല, ഇനി അവർക്ക് ദാഹമില്ല, ഇനി അവർക്ക് പട്ടിണിയില്ല, ഇനി അവർക്ക് കണ്ണുനീരില്ല, ഇനി അവർക്ക് വേദനകളില്ല, അവർക്ക് ദാഹമില്ല, അവർക്ക് വിശപ്പില്ല. സ്വർഗത്തിലെ ദൈവം അവരെ മേയിക്കും. ജീവജലത്തിൻ്റെ ഉറവെങ്കിലേക്ക് അവരെ നടത്തും. ദൈവം അവർക്ക് കൂടാരമാണ്. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയും. വാഗ്ദത്തം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വാഗ്ദത്തം. ഈ 2018 അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വാഗ്ദത്തം എത്രയുണ്ട് വേദപുസ്തകത്തിൽ? അതെല്ലാം അച്ചിട്ടാണ്, അതെല്ലാം അടുക്കും ചിട്ടയുമാണ്. എൻ്റെ കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഒത്തിരി വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അടുത്ത വാഗ്ദത്തം അവൻ പറഞ്ഞത് എന്താണ്? ഞാൻ പോകുന്നു നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ. എന്ത് വലിയ വാഗ്ദത്തം, എത്ര വലിയ പ്രത്യാശ! ഇതിൽ കവിഞ്ഞ് എന്താണ് പ്രിയപ്പെട്ടവരെ ഒരു പ്രത്യാശ വേണ്ടത്? ഇതിൽ കവിഞ്ഞ് എന്താണ് പ്രിയപ്പെട്ടവരെ സത്യത്തിൽ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നത് ചോദിക്കുകയാണ്. ഇതിൽ കവിഞ്ഞ് എന്താണ് ഉറപ്പാകുന്നത്? ഞാൻ പോകുന്നു. വെറുതെ അല്ല, വരാതിരിക്കാനല്ല, മറന്നിട്ടല്ല, നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ ഞാൻ പോവുകയാണ്. അങ്ങാടിയിൽ ചന്തയിൽ പോകുന്ന ഒരപ്പൻ മക്കളോട് പറയും, മോനെ ഞാൻ കടയിൽ പോയിട്ട് വരും,
ഞാൻ ടൗണിൽ പോയിട്ട് വരാം. ടൗണിൽ ഞാൻ പോയിട്ട് വന്നാൽ നിങ്ങൾക്കായി ആവശ്യമുള്ളത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരും. നിങ്ങൾക്ക് എന്തു വേണം? നിങ്ങളുടെ വിശപ്പടക്കാൻ, നിങ്ങളുടെ ദാഹമടക്കാൻ കുഞ്ഞുങ്ങളെ ഭയപ്പെടാതിരിക്കുക, ഞാൻ വാങ്ങിച്ചിട്ട് വരും. എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, സ്നേഹമുള്ള ദൈവമക്കളെ, ആ പിതാവിൻ്റെ വരവ് നോക്കി ആ പിഞ്ചു കുഞ്ഞുങ്ങൾ കാത്തിരിക്കുകയില്ലേ? ഓരോ ശബ്ദം കേൾക്കുമ്പോഴും, ആരെങ്കിലുമൊക്കെ നടന്നു വരുമ്പോഴും ആദ്യം എന്താണ് ആ കുഞ്ഞുങ്ങളുടെ വിചാരം? തൻ്റെ പിതാവ് വരുന്നു, തൻ്റെ അപ്പൻ വരുന്നു. അപ്പൻ്റെ കാലച്ചയ്ക്കായി കാത്തിരിക്കുന്ന മക്കൾ. എന്തുകൊണ്ട്? അപ്പൻ്റെ വാഗ്ദത്തം അവർക്ക് ലഭിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട. വിശക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പോയി വരാം, ഭക്ഷണം കൊണ്ടുവരാം, പാനീയം കൊണ്ടുവരാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടുവരാം. എന്തൊരു സന്തോഷം! ഈ സത്യമാണ് സ്വർഗത്തിലെ ദൈവം പറഞ്ഞത്. ഞാൻ പോകുന്നു, നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കേണ്ടടുത്ത് നിങ്ങളിരിക്കേണ്ടതിന് ഞാൻ പിന്നെയും മടങ്ങി വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. വാഗ്ദത്തം. ഈ ഒരു പ്രത്യാശ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഉണ്ടാകണം. ഈ ഒരു സന്തോഷം നമുക്കുണ്ടായിരിക്കണം. പാലം ഇടുങ്ങിയതാണെങ്കിലും, പാലം പ്രയാസമുള്ളതാണെങ്കിലും നടന്ന് നീങ്ങുക അക്കരെ വിശാലമായ സ്ഥലത്തേക്ക് വേണ്ടി. എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. പാലത്തിൽ കൂടെ നടക്കുമ്പോൾ നിവൃത്തിയുള്ളിടത്തോളം ഒതുങ്ങിയും പതുങ്ങിയും നടന്നുകൊള്ളണം. ആർക്കും ബ്ലോക്ക് ഉണ്ടാക്കരുത്, ആർക്കും തടസ്സമുണ്ടാക്കരുത്. വണ്ടി വരട്ടെ, വണ്ടി വയ്ക്കോട്ടെ, ആളുകൾ വരട്ടെ, ആളുകൾ നടന്നു നിൽക്കട്ടെ. ഞാൻ നിമിത്തം ഒരു ബ്ലോക്ക് ഉണ്ടാകരുത്, ഞാൻ നിമിത്തം തടസ്സമുണ്ടാകരുത്. പുറകെ വരുന്നവർക്ക് ഞാനൊരു മാർഗതടസ്സമുള്ളവനായിരിക്കരുത്. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നിവൃത്തിയുള്ളിടത്തോളം ആർക്കും തടസ്സമുണ്ടാക്കാതെ പോകണം. അനന്തര തലമുറ പുറകെ വരുന്നവർക്ക് ഒരു മാർഗതടസ്സവും ഉണ്ടാക്കരുത്, അവർക്കൊരു പ്രയാസങ്ങളും ഉണ്ടാക്കരുത്. അവർക്ക് സുലഭമായി സുഖമമായി മുമ്പോട്ട് പോകാനുള്ള അന്തരീക്ഷമാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. വേഗത്തിൽ കടന്നു പോകട്ടെ. ഒന്നാമത്തെ വാഗ്ദത്തം കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള വാഗ്ദത്തമാണ്. അതോടുകൂടി സത്യത്തിൽ ദൈവമക്കളുടെ എല്ലാം അവസാനിക്കുകയാണ്. ആ ഉറപ്പുള്ള പ്രത്യാശ. വേറെ എന്തിനെക്കുറിച്ച് പേടിക്കുന്നു? വേറെ എന്തിനെക്കുറിച്ച് ഭയപ്പെടുന്നു? എൻ്റെ കർത്താവ് മടങ്ങി വരും. അവൻ സർവസ്വ ദൈവമാണ്, അവൻ എൻ്റെ എല്ലാമാണ്, അവൻ എന്നെ പോറ്റുന്ന ദൈവമാണ്, അവൻ എന്നെ പുലർത്തുന്ന ദൈവമാണ്. ഒന്നാമത്തെ വാഗ്ദത്തം. രണ്ടാമതായി പറയുന്നത് 2 പത്രോസ് 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. എന്താണ് രണ്ടാമത്തെ വാഗ്ദത്തം? വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ സവിശേഷത, ദൈവത്തിൻ്റെ വാഗ്ദത്തം വിലയേറിയതാണ്. അത് 2 പത്രോസ് 1:4 പറയുന്നുണ്ട്. വിലയേറിയ വാഗ്ദത്തം, അതിമഹത്തരമായ വാഗ്ദത്തമാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്തം. ലോകത്തിലെ വാഗ്ദത്തങ്ങൾക്കൊക്കെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെ വാഗ്ദത്തങ്ങൾ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അത് വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞു പോവുകയാണ്. എന്നാൽ അതിന് മഹത്വമില്ല, അതിന് വിലയും ഇല്ല. ഇന്ന് ആരും ലോകത്തിലെ വാഗ്ദത്തങ്ങൾക്ക് വില കൊടുക്കുന്നില്ല. കാരണം ദൈവമക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ലോകപ്രകാരമുള്ള പല വാഗ്ദത്തങ്ങളും നിലനിൽക്കുന്നില്ലെന്ന്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വാഗ്ദത്തമോ വിലയേറിയ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. ആ വാഗ്ദത്തം ഒരിക്കലും പാലിക്കപ്പെടാതിരിക്കുകയില്ല. മാത്രമല്ല അത് മഹത്വമുള്ളതാണ്. മഹത്വം എന്താണ് ഈ മഹത്വം? മാർത്തയോട് ഒരിക്കൽ യേശു പറഞ്ഞു, മാർത്തേ മാർത്തേ, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് വിശ്വാസിക്കാണ്. മാർത്തയോട് കർത്താവ് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം പാലിക്കും. അർത്ഥത്തിൽ ദൈവം മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവനാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം മഹത്വമുള്ളതായി തോന്നുന്നത്. ഒരു പൂവൻ കോഴി ഒരു കലാകാരൻ്റെ മുമ്പിൽപ്പെട്ടാൽ ആ പൂവൻ കോഴിയുടെ മനോഹരമായ തൂവൽ, അതിൻ്റെ ചിറക്
അതിൻ്റെ ആ ആകൃതി, അതിൻ്റെ ഭംഗിയെല്ലാം നോക്കി സന്തോഷിച്ച് മനസ്സമാധാനത്തോടെ ആ പൂവൻകോഴിയുടെ പടം വരച്ച് ഒരു നല്ല ചിത്രം ആ കലാകാരൻ വരയ്ക്കുന്നു. മനോഹരമായിരിക്കുന്ന ഒരു പൂവൻകോഴിയെ കലാകാരൻ കാണുമ്പോൾ അവൻ്റെ മനസ്സിന് മഹത്വവും സന്തോഷവും ഉണ്ടാകുന്നു. നേരെ മറിച്ച് ഒരു മദ്യപാനി ഒരു പൂവൻകോഴിയെ കണ്ടാൽ അവൻ ആദ്യം വിചാരിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ ശരിയാക്കി പിറ്റേ ദിവസത്തെ മദ്യത്തോടുകൂടി കഴിക്കാൻ സാധിക്കുന്നത് എന്നാണ് അവൻ്റെ വിചാരം. ഒരു കലാകാരന് ഒരു പൂവൻകോഴിയെ സന്തോഷമുള്ളതാക്കി തീർത്തെങ്കിൽ ഒരു മദ്യപാനിക്ക് ഒരു പൂവൻകോഴിയെ കാണുമ്പോൾ എത്രയും വേഗത്തിൽ അതിനെ കൊന്ന് ഭക്ഷണം കഴിക്കണമെന്നുള്ള ചിന്തയാണ്. ഇതാണ് ലോകമനുഷ്യരും ദൈവമക്കളും തമ്മിലുള്ള വ്യത്യാസം. യേശു ക്രിസ്തു മടങ്ങി വരുമെന്ന് പറയുമ്പോൾ ലോകമനുഷ്യൻ അതൊരു പൊട്ടക്കഥയായി എഴുതിത്തള്ളിക്കൊണ്ടിരിക്കുകയാണ്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, പഴങ്കഥകളിൽ വിശ്വസിക്കാതിരിക്കുക. അവന് ലോകപ്രകാരമുള്ള ചിന്ത. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് യേശു ക്രിസ്തുവിൻ്റെ വാക്തത്വം പരിപൂർണ വിശ്വാസമാണ്. അവനതിൽ അതിൻ്റെ വില കാണുകയാണ്. അവൻ അതിൻ്റെ മഹത്വം ദർശിക്കുകയാണ്, അതിൻ്റെ മഹിമ ദർശിക്കുകയാണ്. കർത്താവ് വന്നാലുള്ള അനുഭവം അവൻ ദർശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അവൻ്റെ ഹൃദയത്തിൽ തുള്ളിച്ചാട്ടമാണ്, എൻ്റെ കർത്താവ് വരും. 2 ലക്ഷം രൂപയുടെ ഒരു ചെക്ക്, ഒരു ക്യാഷ് ചെക്ക്, ഒരു പ്രസിദ്ധമായ ബാങ്കിൻ്റെ ക്യാഷ് ചെക്ക് 2 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ കയ്യിലേക്ക് നിങ്ങൾ കൊടുത്തു നോക്കുക. 2 വയസ്സുള്ള കൊച്ചിൻ്റെ കയ്യിൽ 2 ലക്ഷം രൂപയുടെ ചെക്ക് കിട്ടിയാൽ ആ കൊച്ചിന് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. ആ കടലാസിൻ്റെ ഭംഗി, അതിൻ്റെ കയ്യക്ഷരം, അത് ആ കടലാസിൻ്റെ രൂപങ്ങൾ, ആകൃതി, നിറം, മിനുസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തൽക്കാലത്തേക്ക് സന്തോഷമായ ആ കൊച്ച് കുറച്ച് നേരം അതിൻ്റെ കയ്യിൽ ആ കടലാസ് കഷ്ണം പിടിച്ചിട്ട് അല്പം കഴിയുമ്പോൾ ഒന്നുമല്ലാത്തതുപോലെ, ആർക്കും വേണ്ടാത്തതുപോലെ ആ കുഞ്ഞ് വലിച്ചെറിയാറുണ്ട്. കാരണം ആ ചെക്കിൻ്റെ വില, അതിൻ്റെ തുക, ചെന്നാൽ കിട്ടുന്ന പ്രതിഫലം, അതുകൊണ്ട് സമ്പാദിക്കാൻ പറ്റുന്നത്, അതുകൊണ്ട് നേടാൻ പറ്റുന്നതൊന്നും ആ കുഞ്ഞിന് ബോധ്യമില്ല. കാരണം പരിജ്ഞാനമില്ല, അതിനെക്കുറിച്ച് ആ കുഞ്ഞിന് മനസ്സിലായിട്ടില്ല. എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം പലർക്കും ഈ കുഞ്ഞിൻ്റെ കയ്യിൽ കിട്ടിയ ചെക്ക് പോലെയേ ഉള്ളൂ. എന്നാൽ പ്രായമുള്ള, തിരിച്ചറിവുള്ള ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഈ ചെക്ക് കിട്ടിയാലോ വളരെ വിലപ്പെട്ട ഒന്നാണിത്. ഇതിന് വലിയ വിലയുണ്ട്, ഇതിന് വലിയ പ്രതിഫലമുണ്ട്. ഇത് എത്തിക്കേണ്ടടുത്ത് എത്തിച്ചാൽ എൻ്റെ പ്രയാസങ്ങൾ തീരുമെന്ന് പ്രായപൂർത്തിയായ പരിചയസമ്പന്നനായ ഒരാൾക്ക് മനസ്സിലാകും. അച്ഛൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുമ്പോഴാണ് അവൻ്റെ വാക്തത്വത്തിൻ്റെ മഹിമ നമുക്ക് മനസ്സിലാകുന്നത്. കർത്താവ് മടങ്ങി വരുമെന്നുള്ള വിശ്വാസമുള്ളവനാണ് അവൻ്റെ വാക്തത്വം വിലയേറിയതും വിലപ്പെട്ടതും മഹത്വമുള്ളതായി തീരുന്നത്. ലോകമനുഷ്യൻ പാപപ്പെട്ട കുഞ്ഞിനെ പോലെ മാത്രം കാണുന്നു ദൈവത്തിൻ്റെ വചനം. ഇതിൻ്റെ അർത്ഥമോ, ഇതിൻ്റെ വ്യാപ്തിയോ, ഇതിൻ്റെ വിലയോ, ഇത് കൊണ്ട് കൊടുത്താൽ കിട്ടാവുന്ന പ്രതിഫലമോ ഒന്നും മനസ്സിലാക്കാത്ത കുഞ്ഞിനെ പോലെ ദൈവവചനം മനസ്സിലാക്കാത്ത ലോകമനുഷ്യന് ദൈവത്തിൻ്റെ വാക്തത്വം മനസ്സിലാകത്തില്ല. എന്നെ കേൾക്കുന്ന സ്നേഹമുള്ള ദൈവമക്കളെ, അക്ഷരത്തിൽ അക്കമിട്ട് ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വചനം മഹത്വമുള്ളതാണ്. ദൈവത്തിൻ്റെ വാക്തത്വം മാറ്റമില്ലാത്ത വാക്തത്വമാണ്. അത് വിലയേറിയതാണ്, അതിന് വിലയുണ്ട്. മനസ്സിലാക്കണം, ഈ ചെക്കിൻ്റെ തുക തിരിച്ചറിയണം. എൻ്റെ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കണം. ഞാൻ ആ ഭാഗവും വിടുന്നു. 1, ദൈവത്തിൻ്റെ വാക്തത്വം വളരെയുണ്ട്. 2, ദൈവത്തിൻ്റെ വാക്തത്വം അതിമഹത്വരമാണ്. 3, എബ്രായ ലേഖനം 9:15, ദൈവത്തിൻ്റെ വാക്തത്വമോ നിത്യ അവകാശത്തിൻ്റെ വാക്തത്വമാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. നിത്യ അവകാശമാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അവകാശം കൊടുത്തിട്ടുണ്ട്. മക്കളെങ്കിലോ
അവകാശികളുമാണ്. നിത്യ അവകാശമാണ്. കുറച്ച് നാളത്തേക്കുള്ളതല്ല ദൈവത്തിൻ്റെ വാഗ്ദത്തം. രക്ഷയുടെ സന്തോഷം അനുഭവിച്ച, ഒരിക്കൽ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഓരോ ദൈവമക്കൾക്കും ലഭിക്കുന്ന വാഗ്ദത്തം നിത്യജീവൻ്റെ വാഗ്ദത്തമാണ്. കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പോലും നനയ്ക്കാത്ത വലിയ രക്ഷയാണ് ദൈവമക്കൾക്കായി ദൈവം ഒരുക്കി വച്ചിട്ടുള്ളത്. നിത്യജീവനാണ്. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. നിത്യജീവൻ പണം കൊടുത്താൽ കിട്ടില്ല പ്രിയപ്പെട്ടവരെ. നിത്യജീവൻ മറ്റൊരു കർമ്മങ്ങൾ കൊണ്ടും ലഭിക്കുന്നതല്ലെന്ന് ഞാൻ വരയിട്ട് പറയുന്നു. നിത്യജീവൻ എന്നതോ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് മാത്രം കിട്ടുന്നതാണ് നിത്യജീവൻ. അവനിൽ നിത്യജീവനുണ്ട്. യേശു പറഞ്ഞു, എൻ്റെ ശരീരം തിന്നാതെ എൻ്റെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് നിത്യജീവൻ ഇല്ല. എന്തു വലിയ മർമ്മമാണ് യേശു ക്രിസ്തു പറയുന്നിട്ടുള്ള സത്യങ്ങൾ. ദൈവമക്കൾ വളരെ ശാന്തമായി മനസ്സിലാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. നിത്യജീവൻ, ദൈവത്തിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ, അവൻ്റെ ശരീരം തിന്നുന്നവന് നിത്യജീവൻ, അവൻ്റെ രക്തം കുടിക്കുന്നവന് നിത്യജീവൻ. അല്ലാത്തവൻ നിത്യ നരകത്തിൽ പെട്ടുപോകും. അത് വളരെ വ്യക്തമാണ്. മരിക്കുന്ന ഏവൻ്റെയും മരണഗതി കാലിൽ തുടങ്ങി തല വരെ എത്തുന്നതിനിടയ്ക്കെങ്കിലും അവൻ്റെ മനസ്സ് അനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണം. മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് ക്രിസ്തുയേശുവിൽ മരിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ പാഴായി പോകത്തില്ല. അവൻ തള്ളപ്പെടുകയുമില്ല. ഏറ്റവും സ്നേഹമുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുമ്പോൾ ഓർക്കുക, നിത്യജീവനായി ദൈവത്തെ മഹത്വപ്പെടുത്തുക. അവനോടുകൂടെയുള്ള വാസം, ദൈവത്തോടു കൂടെയുള്ള വാസം എത്ര ശ്രേഷ്ഠമാണ്. അപ്പോൾ 3 കാര്യങ്ങൾ പഠിച്ചു. അവസാനത്തെ ഒരു കാര്യം കൂടെ ഓർക്കുക. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം അപ്പോസ്തല പ്രവൃത്തി 2:38 ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയാൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും. അവൻ നിങ്ങളെ സത്യത്തിൽ ധർമ്മത്തിലൊക്കെ വഴി നടത്തും. വിവരിക്കുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരാമെന്ന് വാഗ്ദത്തം ചെയ്തവനാണ് കർത്താവ്. ആ വാഗ്ദത്തം ഇന്ന് നടക്കപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തം, ആത്മാവിൻ്റെ പ്രവർത്തനമാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ഒരു മനുഷ്യനെ വിവേകം കൊണ്ട് വിവേകത്തിൽ ജീവിക്കാൻ അനുവദിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. വഴി ഇതിലെ എന്ന് പറഞ്ഞു തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. എന്ത് സംസാരിക്കണം, എങ്ങനെ മനുഷ്യരോട് ബന്ധപ്പെടണം, തിരിച്ചറിവുണ്ടാക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനിൽ വരുമ്പോഴാണ് അവൻ മനുഷ്യനാകുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തോട് തുല്യനാണ്. വിവരിക്കുന്നില്ല. ആത്മാവില്ലാത്തവൻ, പരിശുദ്ധാത്മാവില്ലാത്തവൻ മൃഗമാണെന്നാണ് ദൈവവചനം പറയുന്നത്. ദൈവത്തോട് തുല്യനാണെന്നാണ്. എങ്ങനെയുള്ള മൃഗം? നശിച്ചുകൊണ്ടിരിക്കുന്ന മൃഗം. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ മൃഗങ്ങളെക്കാൾ തരം താഴ്ന്ന പ്രവർത്തന ശൈലിയിലേക്ക് താണുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസത്തെയും വൃത്താന്ത പത്രങ്ങൾ എടുത്തു വായിക്കുമ്പോൾ മനസ്സിന് വേദന, മനസ്സിന് അസ്വസ്ഥത. എന്തുകൊണ്ടെന്നാൽ തരം താഴ്ന്ന ജീവിതശൈലി, മൃഗത്തേക്കാൾ പാപ്പരമായിരിക്കുന്ന ജീവിതശൈലി വെച്ചു പുലർത്തുന്ന മനുഷ്യനിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിലനിൽക്കുന്നില്ല. എന്നാൽ ദൈവത്തെ കാത്തിരിക്കുന്ന വിശുദ്ധ ജാതിക്ക്, ദൈവവചനത്തെ ശ്രദ്ധിക്കുന്ന എൻ്റെ കർത്താവിനോട്, ഞാനൊരു പാപിയാണ്, നിൻ്റെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പറയുന്ന ഓരോ വ്യക്തിക്കും ദൈവത്തിന് വാഗ്ദത്തമുണ്ട്.
ആത്മാവ് കൊണ്ട് അവൻ നിങ്ങളെ നിറയ്ക്കും. പിന്നെ മുട്ടോളം അല്ല, അരയോളവും അല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം നിങ്ങളിൽ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Beshmani